ട്രംപ് എല്ലാ ദിവസവും വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ലോകം ഞെട്ടിപ്പോയി. ഗസ ഞാനിങ്ങ് എടുക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഹമാസ് ഞെട്ടിയതിനേക്കാളും വലിയ ഞെട്ടൽ എനിക്കുണ്ടായത്. കാരണം നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയത്. നമ്മളത് മുമ്പൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, പറഞ്ഞുകൊണ്ടേയിരുന്നത് വിശാല ഇസ്രയേൽ എന്നുള്ള ലക്ഷ്യം, ഗസ ഒഴിപ്പിച്ചിട്ട് നെതന്യാഹു പട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് മറ്റൊരു രാജ്യം വേണ്ട, ഗസ സ്ട്രിപ്പ് ഇസ്രയേലിൻ്റെ ഭാഗമാകും എന്നൊക്കെയാണ് കേട്ടിരുന്നത്. ഇപ്പോൾ അമേരിക്ക പറയുന്നു അമേരിക്കയ്ക്ക് വേണം, അമേരിക്ക അങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ട്രംപിൻ്റെ മരുമകൻ ജറാദ് കുഷ്ണർ നേരത്തെ വന്ന് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാട്ടർ ഫ്രണ്ടേജാണ് ഉള്ള സ്ഥലമാണ് ഗസ സ്ട്രിപ്പ്, അവിടെ ഹോട്ടലുകളൊക്കെ നിർമ്മിക്കണം, ഏതുതരം ഹോട്ടലുകളാണ് നിർമ്മിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് ട്രംപിൻ്റെ മരുമകൻ പറഞ്ഞിട്ടുണ്ട്. ട്രംപിനും ആ താല്പര്യമുണ്ട്. മനോഹരമായ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഗാസ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് പലയിടത്തും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സെലൻസ്കിയെ വിളിച്ചിട്ട് പറഞ്ഞു ഒഡേസ ഒന്നാം തരം ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉക്രൈനിലെ സിറ്റിയാണെന്ന് പറഞ്ഞു. അതുപോലെ കിമ്മിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നല്ല ഹോട്ടലുകളും നല്ല പ്രോപ്പർട്ടീസും ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ വിളിച്ചു പറയലാണോ ഇന്നലെ നമ്മൾ കേട്ടത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വി വാണ്ട് ടു ടേക്ക് ദി ഓണർഷിപ്പ് ഓഫ് ഗസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല സാർ, എനിക്കിത് ഒരു ആഡ് ചെയ്യുന്നൂടെ ഉണ്ട്. കാരണം അമേരിക്കയും പണ്ട് ഇമ്പീരിയൽ കോളനിയായിരുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു അമേരിക്ക. അവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയാണ് അമേരിക്കയും ഇന്ത്യയും ഒക്കെ ലോകത്തിൽ സൂര്യനസ്തമിക്കാത്ത രാജ്യമായിരുന്നല്ലോ, സാമ്രാജ്യമായിരുന്നല്ലോ നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഒരു ഇമ്പീരിയൽ മനോഭാവത്തോടെ മെക്സിക്കോയുടെ പേര് മാറ്റണം, കാനഡ വേണം, ഗ്രീൻലാൻഡ് വേണം, പനാമ വേണം, പാനമ തങ്ങളുടെ ആണെങ്കിൽ തന്നേക്കാൻ പറയുകയാണ്. അന്ന് പറയുന്നത് പോലെ ഗാസയും ഞങ്ങൾക്ക് വേണം. അമേരിക്ക സാമ്രാജ്യത്വ നയത്തിലേക്ക്, രാജ്യ വിപുലീകരണത്തിലേക്ക് മാറുകയാണ്. അല്ല, അദ്ദേഹം അത് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നല്ലപോലെ ഈ ഏരിയയൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഹൗസിങ് വളരെ ഈസി ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയുടെ പ്രോപ്പർട്ടിയാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സുഖമായിരിക്കും, നല്ല വീടുകളുണ്ടാകും, നല്ല ജോലി സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വി വാണ്ട് ടു ടേക്ക് ദി ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അണ്ടർ അവർ കൺട്രോൾ ഇതിൻ്റെ റീബിൽഡിങ് നടത്താം ഉള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ മുഴുവനും ഏറ്റെടുത്ത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മളത് അങ്ങനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോഴും ലോക മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് ഒരു ഇമ്പീരിയൽ മൈൻഡോടുകൂടി ട്രംപ് ഗസ ഇനി US-ൻ്റേതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇറാഖിൽ പറഞ്ഞിട്ടില്ല, അവിടെയൊക്കെ അമേരിക്ക അധിനിവേശം നടത്തിയതാണ്. പക്ഷേ അത് അവർ ഭരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളിങ്ങ് എടുക്കുകയാണ്. അതെ, വി വാണ്ട് ടു ടേക്ക് ദി ഓണർഷിപ്പ് എന്നുള്ള മാത്രമല്ല ട്രൂപ്സിനെ അയക്കുമെന്നും പറഞ്ഞു, അമേരിക്കൻ പട്ടാളത്തിറക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഇത് ആര് സമ്മതിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അറേബ്യൻ കൺട്രീസിൽ അമേരിക്കയോട് അല്പം താല്പര്യം എടുക്കുന്ന രാജ്യങ്ങളൊക്കെ, അതായത് ജോർഡൻ, ഈജിപ്റ്റ്, ഖത്തർ, UAE, സൗദി, ഈ 5 രാജ്യങ്ങൾ, ബ്രസീൽ, ഫ്രാൻസ് അവരും പ്രതിഷേധം പറഞ്ഞു. അവരൊക്കെ പ്രതിഷേധം പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ ജോർഡൻ, ഈജിപ്റ്റ്, ഖത്തർ, UAE, സൗദി ഇവരെല്ലാവരും കൂടി ഒരു ജോയിൻ്റ് ആയിട്ടൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് മാർക്കോ റൂബിയോയ്ക്ക്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതായത് ഈ പരിപാടിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെഴുതിയിരിക്കുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് ഞങ്ങളിത് നല്ല ഭംഗിയാക്കി തരാം. ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇവിടെ കയറി താമസിച്ചിട്ട് ഇതിൻ്റെ റീബിൽഡിങ് നടക്കില്ല. കാരണം എല്ലായിടത്തും ബിൽഡിംഗ് മുഴുവൻ നടക്കുന്നു, ബോംബുകളുണ്ട്. അപ്പോൾ പിന്നെ രോഗം, അതൊരു റിയാലിറ്റിയാണ്. കെട്ടിടങ്ങൾ മുഴുവൻ രോഗങ്ങളുണ്ട്, പിന്നെ ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രാക്ടിക്കലി കുറച്ച് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ തന്നെ വീടിന് എന്തെങ്കിലും കേടുവരാണ്, 2 ടൈൽസ് മാറ്റി വയ്ക്കണമെങ്കിൽ അവിടെ പൊടിയും ബഹളമായിട്ട് നമുക്ക് പറ്റില്ല. ഒരു നഗരം മുഴുവൻ മൊത്തം തകർന്ന് നടക്കുമ്പോൾ ആൾക്കാർ ഇവിടെ കയറി താമസിച്ചു കഴിഞ്ഞാൽ പണിയാൻ പറ്റില്ല എന്ന് പറയുന്നത് കുറച്ച് എവിടെ താമസിക്കും? ബിൽഡിംഗ് ഇല്ല, വെറുതെ ബിൽഡിങ്ങിൻ്റെ അടന്നു കിടക്കുന്ന ഭാഗം, ഇലക്ട്രിസിറ്റി ഇല്ല, വാട്ടർ സപ്ലൈ ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണർഷിപ്പ് എന്നൊക്കെ പറയുന്നു. ഓണർഷിപ്പ് ഓൺലി ഈസ് വേ ഓഫ് സ്പീക്കിംഗ് ഉള്ള രീതിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു അനദർ റിവിയറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിവിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദി ഫ്രഞ്ച് കോസ്റ്റ് ഓഫ് ദി മെഡിറ്ററേനിയൻ നോൺ ഫോർ ഇറ്റ്സ് സെലൂബ്രിയസ് ക്ലൈമറ്റ്. സെലൂബ്രിയസ് അതായത് പ്ലസൻറ്റ് ക്ലീൻ ആൻഡ് ഹെൽത്തി ക്ലൈമറ്റാണ് അവിടെയുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആക്കിത്തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആക്കി ആർക്ക് കൊടുക്കും? ആർക്ക് ഞാൻ എടുക്കും? ആക്കി അതിപ്പോൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ എടുക്കാം. ഞാൻ ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടത്, ഇത് ട്രംപിൻ്റെ ക്ലോസ് സർക്കിൾ ഉള്ള ആളുകൾക്ക് പോലും ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. ഏറ്റവും NSA ഉൾപ്പെടെ ഏതാനും ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യം ബിബിയോട് പോലും നെതന്യാഹുവിനോട് പോലും മുൻപേ പറഞ്ഞിരുന്നില്ല. ഇതാണ് എൻ്റെ മനസ്സിലിരിപ്പ്. നമ്മൾ കേട്ടിരുന്നത് ഇസ്രായേൽ ഗസ എടുക്കും, ഇസ്രായേൽ വിശാല ഇസ്രായേലിന് ലക്ഷ്യം പൂർത്തീകരിക്കും, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഇച്ഛാഭംഗത്തിനുള്ള ഒരു വകുപ്പുണ്ട് ഗസ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയും ആശ്വാസവും ഉണ്ട്. കാരണം ഇനി അമേരിക്ക ഏറ്റെടുത്താൽ ഇനി അവിടുന്ന് വെടിയും ഡ്രോണും ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ അവിടെ സപ്പോർട്ട് പറയാനുള്ളത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പറയും, പിന്നെ അവരുടെ പഴയ സെക്യൂരിറ്റി മിനിസ്റ്ററുണ്ട്, ഫൈനാൻസ് മിനിസ്റ്ററുണ്ട്, അവരൊക്കെ എക്സ്ട്രീം റൈറ്റിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ജൂതന്മാരുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിൽ അത്ഭുതപ്പെടണ എന്തിനാ? പണ്ട് ഇന്ത്യ ഒറ്റ രാജ്യമായിരുന്നു. ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പാകിസ്ഥാനിൽ നിന്നുള്ള കുറേ പേര് ഇങ്ങോട്ട് വന്നു, ഇന്ത്യയിൽ നിന്നുള്ള കുറേ പേര് അങ്ങോട്ട് പോയി. അങ്ങനെയല്ലേ ആ പ്രശ്നം പരിഹരിച്ച്? അതേപോലെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറേബ്യൻ കൺട്രീസിൽ നിന്നും എത്രയോ ജൂതന്മാർ ഇപ്പം ഈ പറയുന്ന പോലെ അവിടെ നിന്നും പിരിഞ്ഞു പോന്നിട്ടാണ് ഇസ്രായേലിൽ ഉണ്ടായത്. അതായത് 1948 പോപ്പുലേഷനും ഇപ്പോഴുള്ള പോപ്പുലേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് അത് മനസ്സിലാവും. അതായത് മൊറോക്കോയിൽ 2.5 ലക്ഷം പേരുണ്ടായിരുന്നു 1948 ജൂതന്മാർ. ഇപ്പോൾ ഉള്ളത് 2000 ആണ്. അതേപോലെ അൾജീരിയയിൽ 1,40,000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 ആണ്. 50 എന്ന് പറഞ്ഞാൽ 50,000 വെറും 50. അതേപോലെ ടുണീഷ്യയിൽ 1,05,000 ഉണ്ടായിരുന്ന 1,500 മാറി. പിന്നെ ലിബിയയിൽ 38,000 ഉണ്ടായിരുന്നു, അതിപ്പോൾ 0 ആണ്, വെറും വട്ടപ്പൂജ്യമാണ്. അതേപോലെ ലിബിയയിൽ 38,000 ഉണ്ടായിരുന്നു, അതിപ്പോൾ 0 ആണ്. ഈജിപ്തിൽ 5,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 20, വെറും 20 ആണ് ആൾക്കാർ. യമനിൽ 55,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 50 ആയിട്ട് മാറി. ഒമാനിൽ 5,000 ഉണ്ടായിരുന്നത് 0 ആയിട്ട് മാറി. പാകിസ്ഥാനിൽ 2,000 ഉണ്ടായിരുന്നത് വട്ടപൂജ്യമായി. അഫ്ഗാനിസ്ഥാനിൽ 5,000 വട്ടപൂജ്യമായി. ഇറാഖിൽ 1.5 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ 7 പേരാണ്, വെറും 7 പേരാണ്. സിറിയയിൽ 40,000 ഉണ്ടായിരുന്നത് 0 ആൾക്കാരാണ് ജൂതന്മാർ ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ ഈ ഗാസയിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 മില്യൺ ജൂതന്മാർ ഈ അറേബ്യൻ കൺട്രീസിലുണ്ടായിരുന്നതിൽ ഇപ്പോൾ അവിടെ ബാക്കി 5,000 ഉള്ളൂ. അവരും ഇതേപോലെ നാട് വിട്ടു പോന്നിരിക്കുന്നവരാണെന്നാണ് ചില ജൂത പ്രമാണിമാർ പറയുന്നത്. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നു ഇസ്രായേൽ പോയിട്ട് ഗസയിൽ ജനസൈഡ് നടത്താണ്, അല്ലെങ്കിൽ വംശഹത്യ നടത്താണെന്നാണ് പറയുന്നത്. 1948 ഗസയിൽ 80,000 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് 2.2 മില്യൺ ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ജനസൈഡാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടെന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും അറേബ്യൻ കൺട്രീസിൽ നിന്നും ഓടിപ്പോന്ന് ഇങ്ങനെ വന്ന് കൂടാമെങ്കിൽ, ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ചേന്നമംഗലം, മാള, ബോംബെ എന്നൊക്കെ പോയിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെയൊക്കെ പോകാമെങ്കിൽ ഇവർക്കും കുറച്ച് ബുദ്ധിമുട്ട് ആയിക്കൂടെ എന്നാണ് ചില ജൂതന്മാർ പറയുന്നത്. പക്ഷേ എന്തായാലും അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ താല്പര്യം ഉണ്ടാവില്ല. മറ്റ് അറേബ്യൻ കൺട്രീസൊന്നും ട്രംപിൻ്റെ വ്യൂസിനെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അറബി രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അമേരിക്ക ഈ പറഞ്ഞതുപോലെ സൈന്യത്തെ അയച്ച് ഇറാഖിൽ ചെയ്തതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ അമേരിക്കൻ ഒരു C-17 ജെറ്റുകൾ വന്നിട്ട് അമേരിക്കൻ പട്ടാളം അങ്ങ് ഇറങ്ങി ഗസയുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്താൽ സൗദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖത്തറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈജിപ്തിന് എന്ത് ചെയ്യാൻ പറ്റും? ജോർദാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അവിടെ ഈ പിന്നെയും ടെററിസ്റ്റ് അറ്റാക്കും ആത്മഹത്യാ സ്ക്വാഡൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അതാ പ്രശ്നം. അമേരിക്കയ്ക്ക് ഒരു ജീവൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. അത് ഓൾമോസ്റ്റ് അതിപ്പോൾ ഏതാണ്ടൊക്കെ ഗസയിലെ ഹമാസിനെ തീർത്തിരിക്കുകയാണ്. ഹമാസിനെ ഏകദേശം തീർത്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും അമേരിക്ക അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും മരിക്കുന്നത് അവർക്ക് പ്രയാസമാണ്. ഹൈപ്പോത്തറ്റിക്കൽ ഒരു കാര്യം പറയട്ടെ, ജോർദാനും ഈജിപ്തിനും അമേരിക്ക വലിയൊരു സമ്മർദ്ദം ചെലുത്തിയാൽ, ജോർദാൻ രാജാവിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുക, ഈജിപ്തിനോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ കാശ് തരുന്നുണ്ട്, ഇത് രണ്ടും ഈജിപ്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് അമേരിക്കൻ ഫണ്ടിങ്, ഇത് രണ്ടും ഞങ്ങൾ തരുന്നുണ്ട്, കുറേ പേരെ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, മാധ്യമപ്രവർത്തകർ ചോദിച്ചു ട്രംപിനോട്, അവർ പറ്റില്ല എന്ന് പറഞ്ഞാലോ? അവർ നോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പക്ഷേ അല്ല, അത് റിയലിസ്റ്റിക് ആണ്. നോ പറയുമെന്ന് അവർ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നോ പറയാനുള്ള ഒരു ഓപ്ഷൻ പുള്ളി അടയ്ക്കുകയാണ്. അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ തകർന്നു.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുൻകൂറായി അവർക്കൊരു വാണിംഗ് കൂടിയാണ് നോ പറയുമെന്ന് അവർ കരുതുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈജിപ്തിനും ജോർദാനും വേറെ മാർഗ്ഗമില്ല. അങ്ങനെ വരുമ്പം അവർ അതിർത്തി തുറന്നെടുക്കുന്നു, ഒഴിയുക എന്ന് ഒരു അൾട്ടിമേറ്റം, അന്ത്യശാസനം പലസ്തീനികൾക്ക് കൊടുക്കുന്നു, ഒരു ഡെഡ് ലൈൻ കൊടുക്കുന്നു, അതിനകം ഒഴിഞ്ഞു മാറുന്നു. ഇല്ലെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ളത് ഹമാസാണെന്ന് കഴിഞ്ഞ് ആക്രമണം നടത്തിയാലോ? പക്ഷേ ഇവർ ഏറ്റെടുക്കുക, മറ്റു രാജ്യങ്ങളിൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 മില്യൺ ആൾക്കാരെ ഒന്നിച്ചങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രാവർത്തികമായ ഒരു കാര്യമല്ലല്ലോ. അതാണ് പ്രശ്നം. പിന്നെ ഈജിപ്റ്റ് ഓഫ് കോഴ്സ് ദേ ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ് അമേരിക്ക. അൻവർ സദാത്തിൻ്റെ കാലം തൊട്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഹോസ്നി മുബാറക്കും ഇവരുടെ എല്ലാവരുടെയും കാലത്ത് അങ്ങനെ തന്നെയാണ്. ജോർദാനും അങ്ങനെ തന്നെയാണ്. അതെ, ജോർദാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈജിപ്തിനിപ്പോൾ ഇസ്രായേലിന് മാത്രമേ ഫണ്ടിങ് നിർത്താതുള്ളൂ, ആ കൂട്ടത്തിൽ ഈജിപ്തിനെയും പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിന്. അപ്പോൾ ഈജിപ്തും അമേരിക്കയായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് വെച്ച് എന്തെങ്കിലും ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ മിറക്കിൾ. അത് മാത്രമല്ല സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന് അപ്പുറത്ത് അമേരിക്കയെ ഉറപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പട്ടാളത്തെ, അമേരിക്കൻ പട്ടാളത്തെ ഡിപ്പെൻഡ് ചെയ്താണ്. അതെ, പ്രതിഷേധ ഗ്രൂപ്പുകൾ ഇറക്കാം. ട്രംപ് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രംപ് അങ്ങ് ചെയ്യും. ഇപ്പം നമ്മൾ നോക്കൂ, ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ പടപടപടയെന്ന് നടക്കുകയാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ ഓർത്ത് ഇത് 20-ാം തീയതി ഒക്കെ വന്ന് പതുക്കെ സാവകാശമൊന്നുമില്ല. 20-ാം തീയതി മുതൽ ആളുകളെ പ്ലെയിനെ കയറ്റി തുടങ്ങി. അതെ അതെ. അത് മിലിറ്ററി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അങ്ങനെ കാണണമെന്നില്ലെന്ന് തോന്നുന്നു. കാരണം സാധാരണ യാത്രാ വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നതിനേക്കാളും എക്സ്പെൻസീവാണ് ഇത് മിലിറ്ററി പ്ലെയിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാം എന്നൊരു കണക്ക് കൂടെയുണ്ട്. യാത്രാ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് കൊണ്ടുപോകുന്നതിനും അങ്ങനെ ചാർട്ടർ ചെയ്യുമ്പോൾ വേറെ പ്രശ്നം കൂടിയുണ്ട്. നിത്യം പോകുന്ന യാത്രക്കാരുടെ യാത്ര മുടക്കിയിട്ട് വേണം യാത്രാ വിമാനം കൊണ്ടുവരാൻ. ഇപ്പോൾ ആവശ്യമില്ലാതെ ഇപ്പോൾ തൽക്കാലം വെറുതെ കിടക്കുന്ന മിലിറ്ററി പ്ലെയിൻ ഉപയോഗിക്കുന്നതാണ് അതിനകത്തിപ്പോൾ എന്താ പ്രശ്നം? വലിയ കാര്യം എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ട്രംപ്, ഈ പറയുന്ന ട്രംപിൻ്റെ ഓരോ ദിവസവും ട്രംപ് ഇങ്ങനെ ഞെട്ടിക്കുകയാണ്. അതെ അതെ. ഞെട്ടാനോ നേരമുള്ളൂ ഇപ്പോൾ പത്രം. അതെ അതെ, പത്രം എടുത്താൽ ഞെട്ടാനേ നേരമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ വെറുതെ ഒരു ഭ്രാന്തൻ സ്വപ്നങ്ങളാണോ അതോ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? കണ്ടറിയണം. കാരണം ഇതുവരെ നോബഡി ഹാസ് കം ഫോർവേഡ് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ആരും സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ട് നടപ്പായില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കോമാളിയായ പ്രസിഡന്റായിട്ട് ട്രംപ് മാറും. അതെ, അതുണ്ട്. അതിന് ട്രംപ് അവസരം ഉണ്ടാക്കും. ട്രംപ് ശ്രമിക്കുന്നത് ഒരുപക്ഷെ അബ്രഹാം ലിങ്കണിന് ശേഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന പ്രസിഡന്റായി മാറണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇനിയൊരു ടൈം തനിക്കില്ലെന്നറിയാം. അല്ല, ഇതിപ്പോൾ നടന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടും. കാരണം അപ്പോൾ ഒരു കോമാളിയായിട്ട് ഓർമ്മിക്കപ്പെടും. അത് ട്രംപ് ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ട്രംപിൻ്റെ ഒരു തിങ്ക് ടാങ്കും സമ്മതിക്കാല്ല. കാരണം ഇതൊക്കെ ഒരുപാട് ഇതിൻ്റെ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ചർച്ച ചെയ്ത് ആയിരിക്കുമല്ലോ ട്രംപ് ഇങ്ങനെ പരസ്യമായി ഒരു പത്രസമ്മേളനത്തിൽ ഇത് പറയുന്നത്. ഏതായാലും ലോകത്ത് ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സംഭവം, ഒരു സംഗതി അതിൻ്റെ ചരമഗീതം പാടിത്തുടങ്ങി എന്നോണം കരുതാനായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.